നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അല്പം ആശ്വാസകരമായ ഒരു വാർത്തയാണ് രാവിലെ പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. തൽക്കാലം ഇറാനെതിരായ സൈനിക നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ യുദ്ധം പൂർണ്ണമായി അവസാനിച്ചു എന്നുള്ള തരത്തിലുള്ള നിഗമനങ്ങളൊന്നുമില്ല. അത്തരം പ്രസ്താവനകളോ അത്തരം വാക്കുകളോ ഒന്നും മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നില്ല. പക്ഷേ സൈനിക നടപടി താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമുസിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുമ്പോഴാണ് ഇത്തരമൊരു ആശ്വാസകരമായ കാര്യങ്ങൾ പുറത്തുവരുന്നത്. സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിലാകട്ടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിൽ വിജയ് നാളെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. ബംഗാളിൽ മമതാ ബാനർജി അധികാരം വിടാൻ ഒരുക്കമല്ല. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. ഇറാനെതിരായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് അമേരിക്ക. ഹോർമുസ് പൂർണ്ണമായും തുറക്കാനുള്ള നടപടികൾ തുടരും. ഇറാനെതിരെ നാവികോപരോധത്തിൽ മാറ്റമില്ല. പ്രകോപനം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നും ട്രംപ്. മുഖ്യമന്ത്രി ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഉടൻ കേരളത്തിൽ. AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിൽ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നാളെ. CPM CPI സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കും. നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒരു വിഭാഗം. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. തമിഴ്നാട്ടിൽ TVK പിന്തുണയ്ക്കാൻ കോൺഗ്രസ്. PCC നേതൃത്വം ഇന്ന് ഗവർണർക്ക് കത്ത് കൊടുക്കും. PMKയുമായി ചർച്ച തുടരാൻ TVK. ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ ഇപ്പോഴും മമത. പാചകവാതക വില വർധനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ. സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിടും. നടപടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്ന് മുന്നറിയിപ്പ്. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിലാദ്യം പോകേണ്ടത് പശ്ചിമേഷ്യയിലേക്കാണ്. അവിടെ ഇപ്പോൾ രാവിലെ ആശ്വാസത്തിൻ്റെ ചില കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അത് ട്രംപും മാർക്കോ റൂബിയോയും ഒക്കെ നടത്തിയ പ്രസ്താവനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത് കാണേണ്ടത്. സംഘർഷത്തിൽ ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി അവസാനിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഫെബ്രുവരിയിലാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നടപടി ആരംഭിച്ചത്. ഹോർമുസിലെ ഓപ്പറേഷൻ പ്രോജക്റ്റ് ഫ്രീഡവും അവസാനിപ്പിച്ചു എന്നുള്ള തരത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രസ്താവന വരുന്നുണ്ട്. അതേസമയം കപ്പൽ ഗതാഗതം പൂർണ്ണ തോതിലാക്കാനുള്ള അമേരിക്കൻ നടപടി തുടരും. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് സൈനിക നടപടി ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ ശക്തമായി തന്നെ അതിനെ നേരിടും എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. നമുക്ക് മാർക്കോ റൂബിയോയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. I think you're linking it. The operation is over. Epic Fury, as the President notified Congress, we're done with that stage of it. Okay, we're now on to this project of freedom. As far as a negotiation is concerned, I think the President's been clear that part of the negotiation process has to be not just the enrichment, but what happens to this material that's buried deep somewhere that they still have access to if they ever wanted to dig it out. That has to be addressed, and that's being addressed in the negotiation. I'm not going to go further on what progress has been made on that topic because I don't want to endanger the negotiations, but suffice it to say that the President and this entire team is aware of the centrality of that question, and that will have to be addressed one way or the other. വിനോദ്, ഇപ്പോൾ ഇറാന്റെ ആവശ്യമെന്ന് പറയുന്നത് യുദ്ധം പൂർണ്ണമായി നിർത്തണം. തങ്ങൾക്ക് ഒരു താൽക്കാലിക വെടിനിർത്തലോ അല്ലെങ്കിൽ വെടിനിർത്തുമെന്ന പ്രഖ്യാപനമോ യുദ്ധം നിർത്തുമെന്ന പ്രഖ്യാപനമോ അല്ല. അത് കൃത്യമായി തന്നെ രേഖകളിൽ വരണം, എഗ്രിമെൻ്റായി തന്നെ വരണം, അത് കരാറിലെത്തണം. പക്ഷെ അത് സംഭവിക്കാതെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ നടപടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ട്രംപ് പലപ്പോഴും ഇത്തരം പ്രഖ്യാപനങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആക്രമിക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണോ ഇപ്പോൾ ഇത്തരമൊരു താൽക്കാലിക തീരുമാനം? രഞ്ജിത്ത്, ആശാവഹമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ റിപ്പോർട്ട് ചെയ്തത് UAEയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ്. അവിടെ ഫുജൈറയിൽ ഉണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായിരുന്നാലും തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ ഈ സൈനിക നടപടി അവസാനിപ്പിച്ചു എന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വരുന്നു. മാർക്കോ റൂബിയോ, അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അദ്ദേഹമാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. എപ്പിക് ഫ്യൂരി എന്ന ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടി അവസാനിപ്പിക്കുന്നു എന്ന വാർത്ത. മാത്രമല്ല
ഈ പ്രോജക്റ്റ് ഫ്രീഡം എന്ന മറ്റൊരു പദ്ധതി കൂടിയാണ് ഹോർമൂസിൽ നടപ്പാക്കിയത്. അവിടെ കപ്പലുകൾ ഇറാൻ തടയുകയും അത് കടത്തിവിടാതിരിക്കുകയും ചെയ്തപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ സഹായത്തോടെ അവിടെ തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി അമേരിക്ക മുന്നോട്ട് പോയിരുന്നു. പ്രോജക്റ്റ് ഫ്രീഡം എന്നാണ് ആ പദ്ധതിക്ക് പേര് നൽകിയിരുന്നത്. ആ പദ്ധതിയും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അതായത് വെടിനിർത്തൽ തുടരും എന്ന് മാത്രമല്ല, ഈ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം കൂടി വരുമ്പോൾ സമാധാനത്തിലേക്ക് ഒരു ചുവട് കൂടി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെയും മറ്റൊരു കാര്യം നിലനിൽക്കുന്നത് ഇറാൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താകും എന്നത് തന്നെയാണ്. ഇതുവരെ ഇറാൻ്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി നേരത്തെ ചൈനയിലേക്ക് പോയിരുന്നു, അവിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൈനയിലെ രാഷ്ട്രീയ നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ചൈനയും ആവശ്യപ്പെട്ടത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. കാരണം ചൈനയിലേക്കുള്ള എണ്ണക്കപ്പലുകളും തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ നമ്മുടെ രാജ്യവും അക്കാര്യത്തിൽ ഇടപെട്ടു. ഏതായിരുന്നാലും വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരികയാണ്. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല തുടരെ അമേരിക്കയിലെ നേതാക്കൾക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. കഴിഞ്ഞ ദിവസവും JD വാൻസിനെതിരെ വെടിവയ്പ്പ് എന്നുള്ള സാധ്യത, അതായത് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം കടന്നുപോയതിന് തൊട്ട് പിന്നാലെയാണ് വെടിവയ്പ്പ് ഉണ്ടായത്. അതിനു മുൻപ് ട്രംപിൻ്റെ പരിപാടിയിൽ, മാധ്യമപ്രവർത്തകർക്ക് വിരുന്ന് നൽകിയ പരിപാടിയിലും അക്രമി കടന്നുകൂടി വെടിവയ്പ്പ് നടത്തിയ സംഭവമുണ്ടായി. ഇതെല്ലാം നമ്മൾ ഈ സാഹചര്യത്തോട് ചേർത്ത് വായിക്കണം. ഏതായിരുന്നാലും സമാധാനത്തിലേക്ക് ഒരു ചുവട് പോകുന്നു എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഹോർമൂസിൽ കപ്പലുകൾ കടന്നു പോകുന്നതിനാവശ്യമായ നടപടി ഇനിയും സ്വീകരിക്കുമെന്ന് അമേരിക്കയുടെ കൃത്യമായ വെളിപ്പെടുത്തലുണ്ട്. ഇപ്പോൾ ഇറാൻ കപ്പലുകൾ തടയുകയാണ്. അല്ല, അവിടെ ഒരു പ്രശ്നം, ഇനിയിപ്പോൾ ഹോർമുസിലെ ഉപരോധം, ഹോർമുസ് അടച്ചിട്ടിരിക്കുന്ന കാര്യം ഇറാൻ അവസാനിപ്പിക്കണം. ഹോർമുസിൽ സൈനിക സാന്നിധ്യം പാടില്ല എന്ന് ഖത്തറും റഷ്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അവിടെ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരണം. ഹോർമുസ് തുറക്കാതെ ഈ യുദ്ധത്തിന് അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാവില്ലല്ലോ. അമേരിക്കയുടെ സാന്നിധ്യം അവിടെയുണ്ട്, സൈനിക നടപടിയുണ്ട്, കപ്പലുകൾ തിരിച്ചുവിടുന്നുണ്ട്. ഇപ്പോൾ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന 600ഓളം കപ്പലുകളെ അത് കടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട്. ഇതൊക്കെ പൂർത്തിയാകാതെ നമ്മൾ ഈ പറയുന്നൊരു സമാധാനം, പറയുന്ന പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങളെത്തില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഈ ഇറാൻ്റെ കപ്പലുകൾക്ക് നേരെ വെടിവയ്പ് തുടർന്ന് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണവും ഉണ്ടാകുന്നു. 2 ഡ്രോണുകളാണ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അതിന് പിന്നാലെ ഈ സഖ്യരാജ്യങ്ങളെ, അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്ന നിലയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫുജൈറയിൽ നടന്ന ആക്രമണം, UAE-യിലേക്ക് നടത്തിയ ആക്രമണം. പിന്നീട് ഒമാൻ്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. അതായത് തുടരെ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന ഗൾഫിലെ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അവിടെയും ചില ആശങ്കകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ ഈ ആയുധ ഇടപാടിലേക്ക്, ആയുധ കരാറുകളിലേക്ക് അമേരിക്ക പോകുന്നു ഗൾഫ് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട്. അത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. ഏതാണ്ട് $8 ബില്യൺ ആയുധ കച്ചവടമാണ് കരാറായത്. ഖത്തറും ഒമാനും UAE-യും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അമേരിക്ക കരാറിലായത്. മാത്രമല്ല ഏതാണ്ട് 6000 ടൺ ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഇടവേളകളിൽ യുദ്ധോപകരണങ്ങൾ കൃത്യമായി ഗൾഫ് മേഖലയിലേക്കും ഇസ്രായേലിലേക്കും അമേരിക്ക എത്തിക്കുന്നു എന്നതാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട സംശയം. അത് ഈ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്യാപ്പായി അവർ കണക്കാക്കുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ സമാധാനത്തിലേക്കുള്ള ഒരു സന്ദേശമായി തന്നെ നമുക്കിതിനെ കാണാം. പക്ഷേ ഹോർമൂസിൽ എന്ത് സംഭവിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, ഹോർമൂസിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ പരമമായ അധികാരം എന്നതിനപ്പുറത്തേക്ക് അവിടെ ചുങ്കപ്പിരിവിലേക്ക് പോലും ഇറാൻ പോകുന്നുണ്ട്. പൂർണ്ണമായും ഹോർമൂസിൻ്റെ അധികാരം തങ്ങളിലേക്ക് എത്തണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. ആ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഹോർമൂസിൽ നിയന്ത്രണം വേണമെന്ന ഒരു താല്പര്യം അമേരിക്കയ്ക്കുണ്ട്. ട്രംപിൻ്റെ വാക്കുകൾ തന്നെ പരിശോധിച്ചാൽ അവിടെ കടൽ കൊള്ളക്കാരെ പോലെയാണ് ഇപ്പോൾ അമേരിക്ക ഇടപെടുന്നത്. ഇറാൻ്റെ കപ്പലുകളിലേക്ക് സൈനികർ പറന്നിറങ്ങുന്നു. അവരുടെ കാർഗോയും ഓയിലും ഒക്കെ തന്നെ അമേരിക്ക എടുക്കുന്നത് ലാഭമുള്ള ഒരു ബിസിനസ്സാണ് എന്ന് തമാശ രൂപേണയെങ്കിലും ട്രംപ് പറയുമ്പോൾ അതിനകത്ത് അവിടെയുള്ളൊരു സാമ്പത്തിക താല്പര്യം കൂടിയാണ് തെളിഞ്ഞു വരുന്നത്. ഏതായിരുന്നാലും ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ്. റഷ്യയും ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ തുടർ ചർച്ചകൾ. ശരി വിനോദ്, അതാണ് അവസ്ഥ. ഇപ്പോൾ യുദ്ധം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പൂർണ്ണമായും എത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിയുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം.
മറ്റു ചില വാർത്തകളിലേക്ക് കടക്കണം. അത് പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ്. അതും കേരളത്തിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ. അതിന് മുൻപായി മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കണം. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഹൈക്കമാൻഡ് നിരീക്ഷകർ ഉടൻ തലസ്ഥാനത്തെത്തും. ഇന്ന് തന്നെ ഒരുപക്ഷെ എത്തിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 63 കോൺഗ്രസ് MLA-മാരെയും നിരീക്ഷകർ നേരിൽ കാണും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നു എന്ന അഭിപ്രായം തേടും. തുടർന്ന് ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് മുതിർന്ന നേതാക്കൾ AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സജീവമായി തന്നെ ക്ലെയിം ഉന്നയിക്കുന്ന രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ ഡൽഹിയിലാണ്. കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, മനസ്സിലാക്കേണ്ടത് 3 പേരും പുറകോട്ടില്ല. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും പുറകോട്ടില്ല. 3 പേർക്കും താല്പര്യമുണ്ട് മുഖ്യമന്ത്രി പദത്തിലെത്തുക. പക്ഷേ സതീശൻ എന്ന ഒറ്റപ്പേരിലെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാകും ഒരുപക്ഷെ ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ ആഗ്രഹം. സതീശൻ്റെ നേതൃത്വത്തിലാണല്ലോ 5 വർഷവും ഫൈറ്റ് ചെയ്ത് ഈ ഒരു വലിയ വിജയം നേടിയത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സാധാരണ നടപടിക്രമങ്ങൾ പോലെ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ, അതോ മറ്റെന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? UDFന്റെ മുന്നണി അല്ലെങ്കിൽ UDFന്റെ സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ഉയർത്തിക്കാണിക്കണം എന്ന് MLA-മാരുടെ പിന്തുണ ആർക്കൊപ്പമാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഹൈക്കമാൻഡിന്റെ 2 അംഗ നിരീക്ഷക സംഘം കേരളത്തിലേക്ക് എത്തുന്നത്. അവർ എന്നാണ് എത്തുന്നത് എന്ന് കൃത്യമായി MLA-മാരെ അറിയിച്ചതിന് ശേഷമായിരിക്കും കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി അല്ലെങ്കിൽ CLP മീറ്റിംഗ് ചേരുക. ആ മീറ്റിംഗ് ചേരുന്നതിനോടനുബന്ധിച്ചാണ് ഈ 63 MLA-മാരെയും ഓരോരുത്തരെയായി നേരിൽ കണ്ട് അവരാരെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം കൃത്യമായി തന്നെ ഈ നിരീക്ഷക സംഘം അതിലൊരു വ്യക്തത വരുത്തും. അതിനുശേഷം ഈ MLA-മാരുടെ പിന്തുണ ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കും. തുടർന്ന് ഈ കാര്യങ്ങൾ CLP മീറ്റിംഗിലും ചർച്ചയാകും. പിന്നീടാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുക. നമുക്ക് എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശനായിരുന്നു 5 വർഷം UDF-നെ നയിച്ചതെങ്കിലും അവസാന വർഷങ്ങളിൽ പ്രത്യേകിച്ച് AICCയുടെ കൃത്യമായ ഒരു സാന്നിധ്യം കഴിഞ്ഞ 1 വർഷമായി കേരളത്തിലുണ്ട്. ഒരു താരപ്രചാരക നിരയുണ്ടായിരുന്നു. അതോടൊപ്പം ഇലക്ഷൻ ഒബ്സർവേഴ്സായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം കേരളത്തിൽ തമ്പടിച്ച് ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു AICCയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ്, അവരുടെ ഇടപെടലിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ KC വേണുഗോപാലിന്റെ പേര് കൂടി വീണ്ടും സജീവമായി ചർച്ചകളിൽ നിറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പിന്നോട്ടില്ല എന്ന് KC പക്ഷം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പരമ്പരാഗതമായി രമേശ് ചെന്നിത്തലയും VD സതീശനും ഹരിപ്പാട്ടും പരവൂരും യഥാക്രമം മത്സരം ജയിച്ചവരാണ്. പക്ഷെ KCക്ക് മുന്നിലുള്ള ഒരു പ്രധാന കടമ്പ 6 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് എത്തണമെന്നുള്ളതാണല്ലോ. അത് ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോവുക എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശാസ്യമാണ്? അത് ഹൈക്കമാൻഡ് സമ്മതിക്കുമോ? കോൺഗ്രസ് നേതാക്കൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്തുമോ? അങ്ങനെയെങ്കിൽ എവിടെ മത്സരിപ്പിച്ച് ജയിക്കും? അങ്ങനെ ഒരു കടമ്പ കൂടി കടന്നാൽ മാത്രമാണ് KCക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ പറ്റുക, അല്ലേ? ഒരു തെരഞ്ഞെടുപ്പല്ല രഞ്ജിത്ത്, 2 ഉപതെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കേണ്ടിയും വരും. അതാണ് ഒരു സാഹചര്യം. അതിനപ്പുറം അദ്ദേഹത്തിന് ആലപ്പുഴയിലെ ലോക്സഭാ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. മാത്രമല്ല അദ്ദേഹം 6 മാസത്തിനകത്ത് മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് MLA ഒരുപക്ഷെ അത് ഇരിക്കൂറിൽ നിന്നാകാം എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ KC ക്യാമ്പിൽ നിന്ന് നേരത്തെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ കോൺഗ്രസ് MLA രാജിവെപ്പിച്ച് അദ്ദേഹം പകരം അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥിതിയാകും. അങ്ങനെ 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്നതിലാണ് ഒരു സന്ദേഹം നിലനിൽക്കുന്നത്. കാരണം MPമാരും മത്സരിക്കേണ്ട, അതൊരു തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിൽ ഒരുപാട് എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിൽ MPമാർക്ക് മത്സരിക്കാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതായത് ഈ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ സംസ്ഥാനത്ത് നിന്ന് തന്നെ ജയിച്ച മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് ഉള്ളപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടിറങ്ങുമോ എന്നതൊരു ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യമാണ്. അങ്ങനെ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് ഡൽഹിയിൽ തന്നെ തുടരണം, തനിക്കൊപ്പം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വരികയാണ്, അതിന് മുന്നോടിയായി മറ്റ് സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്, അങ്ങനെ ഒരുക്കങ്ങൾ ഒരുപാട് നടത്തേണ്ടതുണ്ട് എന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാലിനെ ഡൽഹിയിൽ തന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ നിർണായകമായി മാറുക കെ.സി. വേണുഗോപാലിന്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മറ്റ് ഒരു വിഭാഗം MLA-മാരുണ്ട് ഈ പുതുതായി ജയിച്ചു വന്നേക്കുന്നവരിൽ, അവരുടെയും പിന്തുണ ആർക്കാകും എന്ന കാര്യമാണ്. അവിടെയാണ് ഒരു വലിയ പൊളിറ്റിക്കൽ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ ആർക്കൊപ്പം ഈ കെ.സി. പക്ഷം നിലയുറപ്പിക്കും എന്നതാകും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ നിർണായകമായി മാറുക. എന്തായാലും വലിയ തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഡൽഹി യാത്ര, രമേശ് ഡൽഹിയിലുണ്ട്, അവിടെ നേതാക്കളെ കാണുന്നുണ്ട്. അതിലും ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലോ. ഈ കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ തനിക്ക് സീനിയോറിറ്റി ഉണ്ട് എന്നുള്ള ക്ലെയിം രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. താനാണ് സീനിയർ. ഇപ്പോൾ 2011 സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്ന് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ കാരണം ഉമ്മൻചാണ്ടിയുടെ സീനിയോറിറ്റിയാണ്. അന്നും തന്നെ ക്ലെയിം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ MLA-മാരുടെ പിന്തുണ എനിക്ക് കൂടുതലുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പദവി കിട്ടിയില്ല. അങ്ങനെയുള്ള ക്ലെയിം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന ഒരു പശ്ചാത്തലം, അത് അവരെ ബോധ്യപ്പെടുത്തുക എന്നൊരു കടമ്പ കൂടി രമേശ് ചെന്നിത്തലയുടെ മുന്നിലുണ്ട്. എത്രത്തോളം അത് ഹൈക്കമാൻഡ് ചെവിക്കൊള്ളും, സാധ്യതകൾ കൂടുതലായി തനിക്ക് ഉണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ രമേശ് ചെന്നിത്തലയുടെ ഡൽഹി യാത്ര. അതായത് മഹാരാഷ്ട്രയിലെ ചില ചുമതലകൾ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പാർട്ടി തലത്തിൽ ഔദ്യോഗികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹി സന്ദർശനമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ പാരമ്യത്തിൽ നിൽക്കുന്നതിനിടയിൽ രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അതിന് ചില അർത്ഥതലങ്ങൾ കൂടി വരും. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായൊക്കെ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ വീണ്ടും കൂടിക്കാഴ്ച നടത്തിയേക്കാം. അങ്ങനെയെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ പിന്തുണ ആർക്ക് എന്നത് ഈ വിഷയത്തിൽ നിർണായകമായി മാറും. അതിൽ ഏറ്റവും പ്രധാനമായി മാറാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം സോണിയാഗാന്ധിയുടെയും നിലപാട് തന്നെയാകും. രമേശ് ചെന്നിത്തലയുടെ ആത്മവിശ്വാസം സോണിയാഗാന്ധി അദ്ദേഹത്തിന് നേരത്തെ നൽകിയിട്ടുള്ള ചില ഉറപ്പുകളിലാണ്. ആ പ്രതീക്ഷയിലാണ് രമേശ് ചെന്നിത്തല ഈ സൈബർ ഇടങ്ങളിൽ ഒരു വശത്ത് വലിയ തരത്തിൽ പ്രചാരണം കുരുക്കുമ്പോഴും നിശബ്ദനായിരിക്കുന്നത്. ഗാന്ധി കുടുംബം തനിക്കൊപ്പം നിൽക്കും എന്നൊരു ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും ഒരു പ്രശ്നങ്ങളിലേക്കൊന്നും നയിക്കാതെ ഒരു ചരിത്ര വിജയമാണ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. ഈ 2001 ശേഷം ഇങ്ങനെയൊരു തകർപ്പൻ ഭൂരിപക്ഷത്തിൽ UDF-ന് അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു 63 MLA-മാർ കോൺഗ്രസിൽ നിന്ന് മാത്രമുണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പ്രവർത്തകർക്കിടയിൽ നിരാശ ഉളവാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാതെ അതിനെ നയപരമായി തന്നെ അതിലൊരു സെറ്റിൽമെന്റിലേക്ക് എത്തിക്കാനുള്ള നീക്കം കൃത്യമായി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിൽ ആ പ്രൊസീജിയർ എങ്ങനെയാണോ സുതാര്യമായി നേരത്തെ നടന്നിരുന്നത് സമാനമായ തരത്തിൽ തന്നെയാകും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തവണത്തെയും നടപടിക്രമങ്ങൾ എന്നാണ് നേതാക്കൾ ആവർത്തിക്കുന്നത്. അവർ എടുത്തു പറയേണ്ട കാര്യം സൈബർ ഇടങ്ങളിൽ ഈ 3 നേതാക്കൾക്ക് വേണ്ടിയും അവരുടെ അനുയായികൾ അനുഭാവികളൊക്കെ വലിയ തരത്തിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൊച്ചിയിൽ നൽകിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്. അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്കും ജയിച്ചതിന് പിന്നാലെ KPCC ആസ്ഥാനത്തിന് മുന്നിലും ഹരിപ്പാടുമൊക്കെ സമാനമായ തരത്തിൽ സ്വീകരണം ഉണ്ടാകുന്നു. കെ.സി. വേണുഗോപാലിനും സമാനമായ തരത്തിൽ വലിയ തരത്തിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് സ്വീകരണം നൽകുന്ന കാഴ്ച, അദ്ദേഹത്തിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ ഉയരുന്ന കാഴ്ച ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനിടയിലാണ് ഈ ചർച്ചകൾക്ക് ചൂട് പിടിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, ദീപാദാസ് മുൻഷി അതായത് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം വ്യക്തമാക്കുന്നത് സൈബർ ഇടങ്ങളിലെ പ്രചാരണങ്ങളല്ല മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. പാർട്ടിക്ക് അതിന്റെ ഒരു ചിട്ടവട്ടങ്ങളും കീഴ്വഴക്കവും ഉണ്ട്. അതനുസരിച്ച് മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കുകയുള്ളൂ. പക്ഷേ അതിലാർക്കും നിരാശരാകേണ്ടി വരില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. അത് കൃത്യമായി ഈ നടപടിക്രമങ്ങൾ വളരെ സുതാര്യമായി നടക്കും എന്ന വ്യക്തത വരുത്തിക്കൊണ്ടാണ് AICC നേതൃത്വമടക്കം നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കുന്നത്. ഡാൻ ഗുരിനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നോ നാളെയോ അറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത്. തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് MLA-മാർ എത്തുകയാണ്. ഇനി ഓരോ സമയവും നിർണായകമാണ്, സംശയമില്ല 3 നേതാക്കന്മാർക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. പാർട്ടി കോട്ടകൾ പോലും കൈവിട്ട ഗുരുതര സാഹചര്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്യും. ജനറൽ സെക്രട്ടറി MA ബേബിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിണറായി പാർട്ടി വിരുദ്ധ വികാരം ആഞ്ഞടിച്ചുവെന്ന വിലയിരുത്തലിലേക്ക് CPM എത്തുമോ എന്നതാണ് നിർണായകം. പ്രതിപക്ഷ നേതാവ് ആര് എന്നതിലും ചർച്ച നടക്കും. ഫലം വിലയിരുത്താൻ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും
സെക്രട്ടറി രാവിലെയും എക്സിക്യൂട്ടീവ് ഉച്ചയ്ക്കും ചേരും. തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ശക്തമായ വിമർശനമുണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഡാൻ കുര്യൻ തുടരുന്നു. ഡാന്, ചരിത്രത്തിൽ ഇല്ലാത്ത തോൽവി, അതും പാർട്ടി കോട്ടകളിലെ തിരിച്ചടി, പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ ഉണ്ടായ വലിയ തരംഗം, അവിടെ പാർട്ടി വോട്ടുകൾ ചോർന്നൊലിച്ചു പോകുന്നു. പാർട്ടി വോട്ടുകൾ ചോർന്നൊലിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ വോട്ട് ചെയ്തത് അവിടുത്തെ CPM-കാർക്കാണ്, CPM-കാരുടെ നേതാക്കൾക്കാണ്. അവർ മറുചേരിയിലാണ് എങ്കിൽ പോലും അത്തരത്തിൽ ഒരു വലിയ വിരുദ്ധ വികാരമുണ്ടായി എന്നുള്ളത് വളരെ കൃത്യതയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം AK സെൻറ്ററിലെ ഫ്ളാറ്റിലേക്ക് മാറുന്നു. ഇന്നൊരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കാം എന്ന് പറയുന്നു. സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും വലിയ വികാരമുണ്ട്. അങ്ങനെ പല തലകൾ ഉരുളുമെന്ന സൂചനകൾ CPM-ൽ ഉണ്ടോ? ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന പ്രചാരണ രംഗത്തെയും അതിനുശേഷത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും ഒക്കെ വിലയിരുത്തലുകൾ അപ്പാടെ മാറ്റിക്കൊണ്ട് തകർന്നടിയുന്ന തരത്തിലേക്ക് CPM-ന്റെ പല കോട്ടകളും അങ്ങനെ മാറിയതാണ് നേതൃത്വത്തെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു ജനവികാരം പാർട്ടിക്കും ഭരണകൂടത്തിനും എതിരായി ഇങ്ങനെയൊരു ജനവികാരം നിലനിൽക്കുന്ന കാര്യം എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കി തിരുത്തലുകൾ വരുത്താൻ കഴിഞ്ഞില്ല നേതൃത്വത്തിന് എന്നതാണ് ഏറ്റവും വിമർശനാത്മകമായി പാർട്ടി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത ഏറുന്നത്. ഇവിടെ പ്രതിഫലിച്ചത് പിണറായി വിരുദ്ധതയാണോ അതോ പാർട്ടി വിരുദ്ധതയാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാക്കേണ്ടി വരും. അതിന് വിശദമായ ചർച്ചകൾ വേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പാർട്ടി കേഡർമാർ തന്നെയാണ് പാർട്ടി ഇത്തവണ ഇങ്ങനെയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു തിരുത്തലിനുള്ള വഴിയൊരുക്കുന്നത് എന്ന വിലയിരുത്തലിലേക്ക് CPM നേതൃത്വം തന്നെ എത്തുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു തിരുത്തൽ നടപടികളുടെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദന് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനചലനം ഉണ്ടാകുമോ CPM-ൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെ വിമർശനങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടിയുടെ യുവ നേതാക്കളടക്കം നടത്തുന്ന പ്രതികരണങ്ങളിൽ വ്യക്തവുമാണ്. CPI-യിലും സമാനമായ തരത്തിൽ ബിനോയ് വിശ്വത്തിനെതിരെ വിമർശനം ഉയരാനാണ് സാധ്യത. കാരണം ഏറ്റവും അധികം CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത് ഈ മന്ത്രിമാരുടെ തോൽവിയാണ്. ഇത്രയും മന്ത്രിമാർ, ഒരു ഡസനിലേറെ മന്ത്രിമാർ ഇങ്ങനെ പരാജയപ്പെടുന്ന അസാധാരണമായ ഒരു സാഹചര്യം, അതിന് തക്ക ഏത് തരത്തിലുള്ള ഒരു വിരുദ്ധ വികാരമാണ് ഈ അവരുടെ മണ്ഡലങ്ങളിൽ അലയടിച്ചത് എന്നത് കൃത്യമായി നേതൃത്വം പരിശോധിക്കും. മാത്രമല്ല ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ സാഹചര്യം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ പ്രതിഫലിച്ചു എന്ന വിലയിരുത്തലാണ് CPM ഉള്ളത്. കാരണം അത്രമാത്രം പാർട്ടിയുടെ ഉരുക്കു കോട്ടകളിൽ വരെ തിരിച്ചടി നേരിടണമെന്നുണ്ടെങ്കിൽ അതൊരു അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അസാധാരണമായ പൊളിച്ചെഴുത്തലുകൾ പാർട്ടിയുടെ നേതൃതലങ്ങളിൽ ഉണ്ടാകും. ഒരുപക്ഷെ പല സ്ഥാനത്തിരിക്കുന്നവരും മാറി പൊതുനിരയെ അവിടേക്ക് പ്രതിഷ്ഠിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. എന്തായാലും പാർട്ടിക്ക് തിരിച്ചുവരവ് അനിവാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ ഇനി വൈകാതെ കടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുക എന്ന് പറയുന്നത് CPM-ന് മുമ്പിൽ ഒരേ സമയം വലിയൊരു വെല്ലുവിളിയും അതേസമയം ഒരു അനിവാര്യതയുമാണ്. ആ ഒരു ഘട്ടത്തിലാണ് അടിയന്തരമായി തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നത്. നമുക്കറിയാം ഈ ഒരു വലിയ പരാജയം ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഇന്നലെ തലസ്ഥാനത്ത് തിരികെ എത്തിയെങ്കിലും ഒരു വാക്ക് പോലും മാധ്യമങ്ങളോട് ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു സമൂഹ മാധ്യമങ്ങളുടെ ഒരു പോസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി തന്നെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുകയും ചോദ്യങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തവണയും സമാനമായ തരത്തിൽ മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇന്ന് വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യതയുണ്ട്. അവിടെ അദ്ദേഹം എന്താണ് ഈ പരാജയത്തിലേക്ക് നയിച്ച കാരണം എന്ന് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കാൻ തന്നെയാണ്, വെളിപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടി വിമാനത്താവളത്തിലടക്കം മാധ്യമപ്രവർത്തകർ കാത്തുനിന്നെങ്കിലും അദ്ദേഹം തിരിച്ചുകൊണ്ട് അവിടുന്ന് മൗനമായി ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അതോടൊപ്പം ക്ലിഫ് ഹൗസിൽ നിന്ന് അദ്ദേഹം ചിന്ത ഫ്ളാറ്റിലേക്ക് വൈകാതെ തന്നെ താമസം മാറ്റും എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതാണ് CPI-യിലും ചില പ്രശ്നങ്ങളുണ്ടല്ലോ ഡാന്. CPI-യുടെ പല സ്ഥലങ്ങളിലെയും സീറ്റ് നിർണ്ണയം, ചാത്തന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിലെ സീറ്റ് നിർണ്ണയം പാളിപ്പോയി എന്ന വിലയിരുത്തലുണ്ട്. അടൂരിൽ നേരത്തെ പറഞ്ഞ പോലെ അവർ തോറ്റു, അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു, സീറ്റ് എണ്ണം കുറഞ്ഞു. അവിടെയും ചില തിരുത്തലുകൾക്ക് സാധ്യത ഉണ്ടോ?
ബിനോയ് വിശ്വത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം പാർട്ടി ഫോറങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് കൃത്യമായി ഒരു പോർമുഖം തുറക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് ഈ ഒരു വലിയ തോൽവിയിലൂടെ, വലിയ തിരിച്ചടിയിലൂടെ. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വത്തിന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇനി എത്ര നാൾ തുടരാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യമായി മാറും. അതിനെ പ്രതിരോധിക്കാനായി ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാന തലത്തിൽ അലയടിച്ചു, അല്ലെങ്കിൽ ഒരു ഇടത് വിരുദ്ധ തരംഗമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും പക്ഷേ അത് നേതൃത്വം എത്ര കണ്ട്, സംസ്ഥാന സെക്രട്ടറിയുടെ മറ്റ് ഭാരവാഹികൾ എത്ര കണ്ട് അത് അംഗീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും വിമർശനങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിലപാടുകൾ എടുക്കുന്നതിൽ അടക്കം കാലതാമസവും വീഴ്ചയും വ്യക്തതക്കുറവും ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് CPIയിലെ പല പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. സി ദിവാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെയും ഒളിയം പെയ്തിട്ടുണ്ട് നേതൃത്വത്തിനെതിരെ. അത് വീണ്ടും ശക്തമായി തന്നെ അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയെങ്കിൽ രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് യോഗം ചേരുന്നത്. അവിടെ ഏത് തരത്തിൽ തിരുത്തലുകൾ വേണം, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായ ഈ വലിയ പരാജയങ്ങളുടെ കാരണം എന്താണ്, സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഷിബു ബേബി ജോണിനെ മന്ത്രിസഭയിൽ RSP പ്രതിനിധിയായി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഷിബുവിന് പുറമെ ഉല്ലാസ് കോവൂർ, വിഷ്ണു മോഹൻ എന്നിവരാണ് വിജയിച്ച RSP സ്ഥാനാർത്ഥികൾ. MLA മാർ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് RSPക്ക് നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കുന്നത് എന്നതും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിൽ TVK സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാകും. വിജയ്ക്കൊപ്പം 9 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിൻ്റെയും ഇടത് പാർട്ടികളുടെയും പിന്തുണയോടെ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനാണ് നീക്കം. തമിഴക വെട്രി കഴകത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കത്ത് തമിഴ്നാട് PCC ഇന്ന് ഗവർണർക്ക് കൈമാറും. കോൺഗ്രസിന്റെ പിന്തുണ തേടി TVK ഇന്നലെ കത്ത് നൽകിയിരുന്നു. അത് KC വേണുഗോപാൽ വെളിപ്പെടുത്തിയിരുന്നു. BJPയുടെയോ NDAയുടെയോ മറ്റ് സഖ്യകക്ഷികളുടെയോ പിന്തുണ തേടരുത് എന്നാണ് ഉപാധി. To discuss about the Tamil Nadu political situation, basically post-election scenario. Honorable Congress President Mallikarjuna Kharge ji, LOP Lok Sabha Rahul Gandhi ji, in charge Girish Chodhankar ji was there. The President of TVK, Thiru Vijay, has requested the INC for support to form a government in Tamil Nadu. INC is clear that the mandate in Tamil Nadu is for a secular government committed to protecting the constitution in letter and spirit. The INC is determined not to have the BJP and the proxies run the government of Tamil Nadu in any manner. Thiru Vijay has spoken about drawing inspiration from Perum Thalaivar Kamaraj also. Accordingly, the Congress leadership has directed the TNCC to take a final decision on Thiru Vijay's request, keeping in view the sentiments of the state reflected in the electoral verdict. വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, വലിയ അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റങ്ങളാണ് തമിഴകത്ത് സംഭവിക്കുന്നത്. DMKയ്ക്കൊപ്പം പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉപേക്ഷിക്കാൻ പോകുന്നത്. അത് ഇന്ത്യ മുന്നണി സഖ്യത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വിജയ് അവിടെ ഒരു വലിയ ശക്തിയെ ഉദയം ചെയ്യുന്നു എന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്, സംശയമില്ല. ഒപ്പം CPMO CPI ഒക്കെ ചേർന്നേക്കാം. അങ്ങനെയാണ് 10 എന്ന എണ്ണം തികയ്ക്കാനാവുക. ഏതാണ്ട് ഈ കാര്യങ്ങൾ തമിഴ്നാട്ടിലെ മുന്നണി ബന്ധത്തിൽ ഒപ്പം ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരുത്തുമല്ലോ. രഞ്ജിത്ത്, തമിഴ്നാട്ടിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമാണ്. 234 അംഗ നിയമസഭയാണ്. ഇതിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നിരിക്കുന്നത് TVK ആണ്. വിജയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. അവർക്ക് 108 സീറ്റുകളാണുള്ളത്. 118 സീറ്റാണ് സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം. ഇതിലിപ്പോൾ 5 സീറ്റുകൾ ഉള്ള കോൺഗ്രസ് TVKയെ പിന്തുണയ്ക്കാൻ തയ്യാറായിരിക്കുന്നു. അതിന് അനുകൂലിച്ചുള്ള കത്തിന്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുള്ള കത്തിന് അനുകൂലമായ മറുപടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇന്ന് PCC പ്രസിഡന്റ് ഗവർണർക്ക് ഈ കത്ത് കൈമാറും. പക്ഷേ ഉപാധികളോടെയാണ് കോൺഗ്രസിൻ്റെ പിന്തുണ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയുമായോ BJP സഖ്യകക്ഷികളുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവും
TVKക്ക് പാടില്ല എന്നൊരു കാര്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ 5 പേർ പിന്തുണയ്ക്കുമ്പോൾ 2 മന്ത്രിസ്ഥാനം അതുകൂടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ 5 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചാൽ പോലും TVKക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അവിടെയാണ് DMKയുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് പാർട്ടികളുടെ പിന്തുണ കൂടി തേടാനുള്ള ഒരു നീക്കം TVK നടത്തുന്നത്. അതിൽ CPMന് 2 സീറ്റുണ്ട്, CPIക്ക് 2 സീറ്റുണ്ട്, മുസ്ലിം ലീഗിന് 2 സീറ്റുണ്ട്, PMKക്ക് 4 സീറ്റുകളുണ്ട്. ആ തരത്തിലാണ് VCK എന്ന മറ്റൊരു പാർട്ടിക്ക് 2 സീറ്റുകളുണ്ട്. ഈ സീറ്റുകളെല്ലാം കൂട്ടിച്ചേർത്ത് 118 എന്ന മാജിക് നമ്പർ മറികടക്കാനാണ് ഇപ്പോൾ TVK ഒരു ശ്രമം നടത്തുന്നത്. ഈ കക്ഷികളെല്ലാം തന്നെ, ഇതിൽ പല കക്ഷികളും DMKയുമായി കാലങ്ങളായി സഖ്യത്തിലുള്ള കക്ഷികളാണ്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം കേന്ദ്രത്തിൽ DMKയുടെ MP-മാരുണ്ട്. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ BJPക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുമ്പോൾ, സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ നടത്തുമ്പോൾ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് DMKയുടെ പ്രതിനിധികൾ. ആ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ വരുമോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ AIDMKയുടെ പിന്തുണ കൂടി വിജയ് തേടിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുമ്പോൾ അത് സ്വാഭാവികമായും BJP വളഞ്ഞ വഴിയിലൂടെ ഈ TVK സർക്കാരിൻ്റെ ഭാഗമായി മാറാനുള്ള സാധ്യത അവിടെയാണ് വിനോദ DMK ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട്. അത് കൃത്യവുമാണ്. കാരണം DMK സഖ്യത്തിൽ നിന്നാണ് 5 സീറ്റുകൾ കോൺഗ്രസും ഇടത് പാർട്ടികളുമൊക്കെ നേടുന്നത്. ചില കടുംപിടുത്തങ്ങളൊക്കെ സ്റ്റാലിൻ ആദ്യഘട്ടത്തിൽ കാണിച്ചിരുന്നുവെങ്കിലും DMK സഖ്യം കോൺഗ്രസിനും CPIക്കും CPMനും ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ ചതിച്ചുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് പോകുന്നു, അതെന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിൽ നിങ്ങൾ സംഭൂജരാകുമായിരുന്നില്ലേ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ ഒരു വഞ്ചന കാണിച്ച് മുന്നണി വിടുന്ന പാർട്ടി എന്ന ലേബൽ കൂടി കോൺഗ്രസിന് ചാർത്തപ്പെടും, കുറഞ്ഞപക്ഷം തമിഴ്നാട്ടിലെങ്കിലും. തീർച്ചയായും അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ BJP AIDMK സഖ്യത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി കോൺഗ്രസും മറ്റ് മതേതര കക്ഷികളും എങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും DMKയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വരുമെന്നത് ഉറപ്പാണ്. കാരണം കേന്ദ്രത്തിൽ DMK കോൺഗ്രസ് ബന്ധം അത് വളരെ ശക്തമാണ്. BJP സർക്കാരിനെതിരെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഈ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ അതിനെ എതിർക്കുന്നതിന് പോലും, രാജ്യസഭയിലടക്കം എതിർക്കുന്നതിന് പോലും DMKയും കോൺഗ്രസും കൈകോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതെല്ലാം തകിടം മറിക്കുന്ന തരത്തിലേക്ക് ഈ ബന്ധം പോകുമോ എന്നതാണ് ഒരു ചോദ്യം. പക്ഷേ DMKയെ കൺവിൻസ് ചെയ്യുക എന്ന വലിയൊരു ബാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. ഒരു അടവ് നയമായി തമിഴ്നാട്ടിലെ ഈ നീക്കത്തെ DMKയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും. കാരണം ഇപ്പോൾ കോൺഗ്രസും ഇതര പാർട്ടികളും അല്ലെങ്കിൽ DMK സഖ്യത്തിലുള്ള മറ്റ് മതേതര പാർട്ടികളും ഒരുപക്ഷെ ഇപ്പോൾ TVKയെ പിന്തുണച്ചില്ലെങ്കിൽ AIDMKയുടെ സഹായം കൂടി വിജയ് തേടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ AIDMK കൃത്യമായി ഈ അവസരം പ്രയോജനപ്പെടുത്തും. കാരണം അവർക്ക് വിദൂര ഭാവിയിൽ പോലും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയില്ല. ജയലളിതയുടെ മരണശേഷം ആ പാർട്ടി വല്ലാതെ ശിഥിലമായി പോകുന്നൊരു സാഹചര്യം ആണ്. പല പല നേതാക്കളുടെ കൈകളിലൂടെയാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അവർക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു വളരെ എളുപ്പമുള്ള മാർഗമാണ് TVKയുടെ ഭാഗമാവുക എന്നത്. മാത്രമല്ല AIDMK TVKയുടെ ഭാഗമായാൽ അത് കൃത്യമായി BJPക്ക് TVKയിലേക്കുള്ള ഒരു വഴി തുറക്കും. അല്ലെങ്കിൽ AIDMK വഴി ഈ സർക്കാരിൻ്റെ ഭാഗമായി നിശബ്ദമായെങ്കിലും BJP പ്രവർത്തനം തുടങ്ങും. ബംഗാളിൽ ഇപ്പോൾ പിടിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് BJP നേരിട്ടെത്തുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ തമിഴ്നാട്ടിൽ എത്തുന്നതിനുള്ള ഒരു മാർഗമായി AIDMK TVK ബന്ധം മാറും. ആ അപകടം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അത് കൃത്യമായി DMKയെ ബോധ്യപ്പെടുത്തി കേന്ദ്രത്തിൽ ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരാത്ത തരത്തിൽ തമിഴ്നാട്ടിൽ ഒരു അടവ് നയം എന്ന നിലയിൽ ഇപ്പോൾ TVKയെ പിന്തുണയ്ക്കുക എന്നൊരു മാർഗമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്, മറ്റ് ഇടത് പാർട്ടികൾക്ക് മുന്നിലുള്ളത്. ഇതുവരെ CPMോ CPIയോ മുസ്ലിം ലീഗോ PMKയോ ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. ഏതായിരുന്നാലും നാളെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതുണ്ട്. വിജയ് സത്യപ്രതിജ്ഞ മാത്രമല്ല, ഇപ്പോൾ 108 സീറ്റുകളാണ് TVKയ്ക്കുള്ളത്. അത് 107ആയി കുറയും. കാരണം തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ വിജയ് രാജിവെക്കും. 2 മണ്ഡലങ്ങളാണ്, പെരുമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലുമാണ് വിജയ് മത്സരിച്ചത്. ഇതിൽ ഒരു മണ്ഡലത്തിൽ രാജിവെക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള 108 എന്ന സംഖ്യ 107ആയി കുറയും. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ തൃഷ മത്സരിച്ചേക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതാണ് തമിഴ്നാട്ടിലെ സാഹചര്യം. ഏതായാലും അത്ഭുതങ്ങൾ സംഭവിച്ചു. തമിഴക രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ തോൽവിയുടെ ആഘാതം മാറാതെ DMK. വിജയ് അങ്ങനെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവുകയാണ്. ഇടവേള. ആര് മുഖ്യമന്ത്രിയാകണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ടെന്നും അത് ശരിയായ സമയത്ത് ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട്
കോൺഗ്രസിനകത്ത് റീൽസ് രാഷ്ട്രീയം നടത്തുന്ന ചിലർ കടന്നു കയറിയിട്ടുണ്ടെന്നും ആളുകൾ കൂടുന്നിടത്ത് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നവരാണ് ഇവരെന്നും ഉണ്ണിത്താൻ വിമർശിച്ചു. നിയന്ത്രിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ ദോഷമുണ്ടാകുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. വ്യക്തിപരമായ ഒരു ചോദ്യമാണ്, ആര് മുഖ്യമന്ത്രി ആകണമെന്നാണ് അങ്ങ് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്? ഒരു കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് എൻ്റെ താല്പര്യം. ഈ ഹൈക്കമാൻഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്നാൽ സ്വീകാര്യരാണ്? ഇതൊക്കെ അനാവശ്യമായ ചോദ്യങ്ങളാണ്. കേരളത്തിൽ 63 MLA-മാരെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ മനസ്സറിയാൻ വേണ്ടി ഹൈക്കമാൻഡ് ഒരു നിരീക്ഷക സംഘത്തെ ഇന്ന് തീരുമാനിക്കും. ജനങ്ങൾ വലിയ അംഗീകാരം നൽകിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വരുന്ന ചർച്ചകൾ നല്ലതാണോ കോൺഗ്രസിന്? ഞാൻ പറഞ്ഞല്ലോ, 63 MLA-മാരെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഹൈക്കമാൻഡ് നിരീക്ഷകരെ അയക്കുന്നത്. അവരോട് വരും, അവരെ കാണും. അവരെ കണ്ടതിന് ശേഷം പാർട്ടി നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ചർച്ച നടത്തും. അതിനുശേഷം ഘടകകക്ഷികളുമായി ചർച്ച നടത്തും. ഏറ്റവും അവസാനം MP-മാരെ വിളിക്കും. MP-മാരെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ കയറി എറിയേണ്ട കാര്യമില്ലല്ലോ. ഈ KC വേണുഗോപാൽ അങ്ങനെ വരുന്നതിനോട് അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് അനുകൂലിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ സതീശനെ എൻ്റെ ശത്രുക്കളാക്കാൻ ഇറങ്ങി തിരിച്ചാണെങ്കിൽ അത് വേണ്ട. എനിക്ക് ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ആ കാഴ്ചപ്പാടും നിലപാടും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. അതിനൊന്നും എനിക്ക് യാതൊരു പേടിയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യമുള്ള ആളുകൾ അവരവരുടെ വഴികൾ നോക്കും. സ്വാഭാവികമല്ലേ അത്? എല്ലാ കാലത്തും നടന്നിട്ടില്ലേ? ഏത് കാലത്തായി നടക്കാത്ത? ഗുരുവായൂരിലെ സ്ഥിരമായി ദർശനം നടത്തുന്ന ഒരാൾ മുഖ്യമന്ത്രിയാവുന്നൊക്കെ TM പ്രതാപനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് കാണുന്നത്? എന്തായാലും ഗുരുവായൂരപ്പൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആകുമെന്ന് പറയാതിരിക്കുന്ന നമ്മുടെ ഭാഗ്യമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്താത്ത ആരാണ്? അങ്ങനെയാണെങ്കിൽ കരുണാകരന് ശേഷം എല്ലാ 1-ാം തീയതി പോകുന്ന ഒരാളാണ് ഞാനാണോ കേരളത്തിൽ മുഖ്യമന്ത്രി ആകേണ്ടത്? ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ആകേണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. കാര്യം ഒരു മാസവും മുടങ്ങാതെ അവിടെ പോകുന്ന ആൾ ഞാനാണ്. ഏറ്റവും കൂടുതൽ ഗുരുവായൂർ പോയ ആൾ മുഖ്യമന്ത്രി ആകുമെങ്കിൽ ഞാനാണ് ആവേണ്ടത്. എന്തായാലും ഞാനല്ലല്ലോ. മത്സരിച്ച് ജയിച്ചവർ തന്നെ വരണം അങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു. അതൊക്കെ തീരുമാനിക്കേണ്ട ആരാ തീരുമാനിക്കേണ്ടത്? തീരുമാനം എടുക്കേണ്ട ആൾ തന്നെ മുഖ്യമന്ത്രി വന്ന് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനം എടുക്കേണ്ട ആൾ 2 പേരാണ്. ഒന്ന് മല്ലികാർജുന ഖാർഗെ, 2 പ്രതിപക്ഷ നേതാവ് അദ്ദേഹം രാഹുൽ ഗാന്ധിയാണ്. അവരാണ് തീരുമാനം എടുക്കേണ്ടത്. അല്ല, 3-ാമതൊരാൾക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി അവരെന്തായാലും 2 പേരും ആഗ്രഹിക്കുന്നില്ല. ഹൈക്കമാൻഡ് ആരെയാണോ തീരുമാനിക്കുന്നത് അതെല്ലാവർക്കും സ്വീകാര്യനായിരിക്കും. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്ത് യുക്തമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം ന്യായയുക്തമായിരിക്കും. അപ്പോൾ അതിനകത്ത് കയറി നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. തീർച്ചയായും എന്തായാലും അത് കാത്തിരിക്കാം. MP പറഞ്ഞ പോലെ മറ്റൊരു കാര്യം, ഈ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ വലിയ വോട്ടിന്റെ കുറവാണ് ഇപ്രാവശ്യം ഉണ്ടായത്. അവിടെ അബ്ദുൾ റഷീദിന് വേണ്ട രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമായ സാഹചര്യം. അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം BP റഷീദ് നിറകണ്ണുകളുമായിട്ടാണ് ചാനലുകളെ ഫേസ് ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. കാരണം കനത്ത തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ ഉൾപ്പാട്ടി തർക്കം രൂക്ഷം. മുന്നണി മാറ്റത്തോട് സഹകരിക്കാതിരുന്ന റോഷി അഗസ്റ്റിനാണ് തിരിച്ചടിയുടെ ഉത്തരവാദിത്തമെന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയേടത്തിന്റെ ആരോപണം. തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന പാർട്ടി പദവി പോലും ചോദ്യചിഹ്നമായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ജോസഫ് വിഭാഗത്തിനും വലിയ ആശ്വാസകരമായ ഫലമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നത്. ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫാണ്. 2 വാടിക്കൊഴിഞ്ഞെന്നും ഇനി തറവാട്ടിലേക്ക് തിരികെ വരുവാനുള്ള സമയമാണെന്നും ജോസഫ് വ്യക്തമാക്കി. കേരളത്തിൽ ഇനി ഒരു കേരള കോൺഗ്രസ് മാത്രമെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മനസ്സിലായി എന്നും ജോസഫ് പ്രതികരിച്ചു. ജോസ് കെ മാണിയുടെ പാർട്ടി 12 സീറ്റ് മത്സരിച്ചു. 12ഇടത്തും ഇല വാടിക്കൊഴിഞ്ഞു. ചിഹ്നമില്ലാതായിപ്പോയി, അംഗീകാരമില്ലാതായിപ്പോയി. പിന്നെ അപ്പുറത്തുണ്ടായിരുന്ന ഗണേഷ് കുമാറിൻ്റെ പാർട്ടി ഇല്ലാതായി, ആനരാജൻ്റെ പാർട്ടി. അവിടെ ഇനി കേരളത്തിൽ ഒറ്റ കേരള കോൺഗ്രസ്
ഇതിനു പിന്നാലെ അപ്പു ജോസഫും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ രംഗത്തെത്തി. പാർട്ടിയുടെ പേരും ചിഹ്നവും തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ട് നടന്ന കേരള കോൺഗ്രസ് എം മത്സരിച്ച സീറ്റുകൾ എല്ലാം പരാജയപ്പെട്ടു. ഇത് കാലം കണക്കു പറഞ്ഞു തീർത്തതാണെന്ന് അബു ജോസഫ് പറഞ്ഞു. ചിഹ്നവും പാർട്ടിയുടെ പേരുമൊക്കെ തങ്ങൾക്കായി എന്ന് അവകാശപ്പെട്ട് നടന്ന ഒരു വിഭാഗം ഇന്ന് 12 തോൽക്കുകയും യഥാർത്ഥ കേരള കോൺഗ്രസ് കർഷകരോടൊപ്പം നിൽക്കുന്ന കർഷക ശബ്ദമായ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് 8 സീറ്റ് മത്സരിച്ച് 7 സീറ്റിലും ഉജ്ജ്വല വിജയം നേടുക എന്ന് പറയുന്നത് അത് കാലം ഒരു കണക്ക് പറഞ്ഞു തീർത്തതാണ്. കനത്ത തോൽവിക്ക് പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ കേരള കോൺഗ്രസ് എമ്മിൽ വലിയ അമർഷം പുകയുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്ത് റോഷിക്കെതിരെ രംഗത്തെത്തി. പാർട്ടിയെ വലിയ തോൽവിയുടെ പടുകുഴിയിലേക്ക് നയിച്ചത് റോഷിയാണെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. അഴിമതി അടക്കമുള്ള ആരോപണങ്ങളാണ് ജയകൃഷ്ണൻ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തിയാണ് റോഷിയെ മുന്നണിയിൽ നിർത്തിയത് എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടിയിലെ 99.9% ആളുകൾ തയ്യാറായതാണ്. അധികാരത്തിൽ നിന്നും മാറുവാൻ ഒട്ടും താല്പര്യം കാണിക്കാതിരുന്ന റോഷി അധികാരത്തോടുള്ള താല്പര്യത്തിന്റെ പേരിൽ മാത്രം ഈ പാർട്ടിയെ ഉറ്റുകൊടുത്തുകൊണ്ട് ചെയർമാനെ ബലിയാടാക്കുകയാണ് ചെയ്തത്. ജയകൃഷ്ണന്റേത് പാർട്ടിയിലെ ആദ്യത്തെ പൊട്ടിത്തെറിയാണെന്നാണ് വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ റോഷിക്കെതിരെ രംഗത്തെത്തുവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നീക്കവും ഏറെ ചർച്ചയാകും. ന്യൂസ് 18 ഇടുക്കി. കോൺഗ്രസിന്റെ ചരിത്ര വിജയത്തിന് പിന്നാലെ അവകാശവാദവുമായി CSI ദക്ഷിണ കേരള മഹാ ഇടവക സഭയുടെ പ്രതിനിധികളായി കോൺഗ്രസ് സീറ്റുകളിൽ മത്സരിച്ച 3 പേർക്കും ഉണ്ടായത് മികച്ച വിജയമാണ്. സർക്കാർ രൂപീകരിക്കുമ്പോൾ അർഹമായ പരിഗണന നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും CSI ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻഡ് ഡോക്ടർ പ്രിസ്റ്റൺ ബെൻ ന്യൂസ് 18നോട് പറഞ്ഞു. തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമം കോൺഗ്രസ് ക്യാമ്പ് ദേശീയ തലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ സെക്രട്ടറിയായ PT പ്രവീണിനെ വിളവങ്കോട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നിർണായകമായ നീക്കം തന്നെയായിരുന്നു. അതിൻ്റെ പ്രതിഫലനം കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ഉണ്ടാകും എന്നൊരു വിശ്വാസം കോൺഗ്രസ് ക്യാമ്പിനുണ്ടായിരുന്നു. അത് ഏറെക്കുറെ ഫലം കണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ബിഷപ്പ് ഡോക്ടർ പ്രിസ്റ്റൺ ബെൻ എന്നോടൊപ്പം ചേരുന്നു. ഏത് തരത്തിലാണ് അദ്ദേഹത്തിന് പ്രവീണിന് വലിയൊരു ഭൂരിപക്ഷമാണ് വിളവങ്കോട് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ നോക്കിക്കാണുന്നത്? ഡോക്ടർ TT പ്രവീൺ അദ്ദേഹം വിളവൻകോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണ കേരള മഹാഇടവകയ്ക്ക് ഒരു വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ്. അദ്ദേഹം ഈ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തെ പ്രശോഭിച്ച് അപ്രകാരം വളർന്നു വന്ന ഒരു കോൺഗ്രസിൻ്റെ ലീഡറും കൂടിയാണ്. ഇപ്പോൾ നമുക്ക് സന്തോഷപ്രദമായി തോന്നിയൊരു കാര്യം, കോൺഗ്രസ് നമ്മുടെ ഡയസിസിലുള്ള 3 കാൻഡിഡേറ്റ്സിന് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് മത്സരിക്കാനായിട്ടുള്ള അവസരം നൽകി. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഡയസഷൻ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ TT പ്രവീൺ അദ്ദേഹം ഒരു വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടെയാണ് അവിടെ വിജയിച്ചത്. 21,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഒരുപക്ഷെ തമിഴ്നാട്ടിലുള്ള മറ്റ് കോൺഗ്രസ് കാൻഡിഡേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഇന്നത്തെ ഒരു തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വരിക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഒരു 3 കാൻഡിഡേറ്റ്സിനെ തന്നു, അതൊരു സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിജയത്തെ ഞങ്ങൾ പ്രത്യേകിച്ച് ഡയസസായിട്ടൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല. ഞങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും ഡയസസ് സഭ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക, അതിനനുസരിച്ച് വിവേകപൂർണമായിട്ടുള്ള ഒരു തീരുമാനം അവരുടെ സമ്മതിദാനാവകാശത്തിൽ പ്രതിഫലിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ഡയസസിൻ്റെ തീരുമാനം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ട മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർവേഷനും അതോടൊപ്പം തന്നെ ദളിത് ക്രിസ്ത്യൻസിന് ഇത്രയും കാലത്തിനുള്ളിൽ റിസർവേഷൻ ലഭിക്കാത്തതും ഒക്കെ തുടങ്ങിയുള്ള ഇഷ്യൂസ്
ജനങ്ങൾ ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നമായിട്ട് കണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഇപ്പം UDFന്റെ സർക്കാർ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണ്. അടുത്ത ദിവസങ്ങളിൽ മന്ത്രിസഭ രൂപീകരിക്കുക. എന്താണ് ഈ CSI സഭ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി എന്താണ് സർക്കാരിന് മുമ്പിലേക്ക്? ഈ പറയുന്ന റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും? അല്ല, ഈ റിസർവേഷൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഈ ജനപ്രതിനിധികളെ, പ്രത്യേകിച്ച് നമ്മുടെ ഡയസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉന്നത സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നത് ഓരോ പാർട്ടികൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതേസമയം നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഉന്നതമായിട്ടുള്ള ഏതെങ്കിലും പൊസിഷൻസോ സംഗതികളോ ഒക്കെ ഗവൺമെൻറ് നൽകുന്നത് നമുക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? അതേസമയം അതിന് ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ ബിഷപ്പ് സാധാരണ ഒറ്റയ്ക്ക് അങ്ങോട്ട് പ്രസ്താവന നടത്തുന്നതിൻ്റെ രീതി നമുക്കിവിടെ ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു തീരുമാനം ഉടനെ അറിയിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഞാൻ അതിനൊരു അഭിപ്രായമായിട്ട് പറയുന്നില്ല. വളരെയധികം നന്ദി. താങ്ക് യു. കാസർഗോഡ് AR ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് വിജയാഘോഷം. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പോലീസുകാർ ആഘോഷം റീൽസാക്കി. തുടർന്ന് ത്രിവർണ്ണ പതാക ആലേഖനം ചെയ്ത് കേക്കും മുറിച്ചു. ഇതൊക്കെ ഇനിയിപ്പോൾ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് പോലീസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചേക്കാം. കാരണം ഏറ്റവും കൂടുതൽ പണി ചെയ്ത ഒരു വിഭാഗമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം പോലീസുകാർ ഏറ്റവും കൂടുതൽ പണി ചെയ്തത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. മുഖ്യമന്ത്രി പോകുന്ന വഴിയിലെല്ലാം എത്ര പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗതാഗതം തടയുക, പൊതുജനങ്ങളെ തടയുക, ഒപ്പം ഈ പറഞ്ഞതുപോലെ ഒരു വലിയ പരിവാരവുമായി കടന്നു പോകുന്ന മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക, ഒരു വെയിലത്തും മറ്റും. അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ കേക്ക് മുറി കൂടിയാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. വാണിജ്യ പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുകയാണ്. കൂൾബാർ, ബേക്കറി, ക്യാൻറ്റീൻ എന്നിവയും തുറക്കില്ല. ഓൺലൈൻ ഫുഡ് വിതരണവും നിർത്തിവെച്ചിരിക്കുകയാണ്. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് കൂട്ടിയത്. പെട്രോളിയം കമ്പനികളുടെ ഓഫീസിന് മുന്നിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും ഇന്ന് മാർച്ചും ധർണയും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന ഒരുപാട് പേർക്ക് ഇന്ന് പ്രതിസന്ധിയാണ്. പക്ഷേ അനിവാര്യമായൊരു സമരമാണ്, സംശയമില്ല. ഹോട്ടൽ വ്യവസായത്തിൽ നട്ടലൊടിക്കുന്ന ഒരു വിലവർദ്ധനവ് കൂടിയാണ്. ഇതിപ്പോൾ അനിശ്ചിതകാലത്തേക്ക് വേണമെങ്കിൽ തുടരാമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലേ? അതെ രഞ്ജിത്ത്, ഇന്നിപ്പോൾ എന്തായാലും സൂചനാ പണിമുടക്കാണ്. പക്ഷേ ഇത് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ നടത്തിയ പത്രസമ്മേളനത്തിലെല്ലാം വിശദമായി പറയുന്നതായിരുന്നു. വളരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു 1000 രൂപയോളം ഈ ഗ്യാസിന്റെ വില കൂട്ടിയത്. അത് സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹോട്ടൽക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളിലേക്കായിരിക്കും. അവർ വില കൂട്ടാൻ നിർബന്ധിതരാകും. പിന്നീട് ഈ ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ദിവസം പുറത്തു നിന്ന് ആഹാരം കഴിക്കാമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമരം ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആവശ്യം വാണിജ്യ പാചകവാതകത്തിന് സബ്സിഡി അനുവദിക്കുക, അതോടൊപ്പം തന്നെ ആവശ്യാനുസരണം ഇന്ധനം ലഭ്യമാക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കൊച്ചി നഗരത്തിൽ എന്തായാലും ഈ ഹർത്താൽ, ഈ ഒരു പണിമുടക്ക് പൂർണ്ണമാണ്. ഹോട്ടലുകളൊന്നും തന്നെ തുറന്നിട്ടില്ല, റെസ്റ്റോറന്റുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. പലരും ഇതറിയാതെ, ഇന്നത്തെ പണിമുടക്കിനെ കുറിച്ച് മറന്നുപോയിട്ട് അല്ലെങ്കിൽ അറിയാതെ പലരും ഹോട്ടലിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് ദീർഘദൂര യാത്ര നടത്തുന്നവരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. ഹോട്ടൽ ഭക്ഷണം എങ്ങും കിട്ടാനില്ല. ചെറിയ കടകൾ, അതായത് തട്ടുകടകളായിപ്പോട്ടെ, അവിടെ ആഹാരമില്ല, ചായ മാത്രം കിട്ടുന്ന ഒരു സാഹചര്യം മാത്രമാണ് നിലവിലുള്ളത്. കുറച്ചു കഴിഞ്ഞാൽ അവർ അതും അടയ്ക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം കേന്ദ്രത്തിന്റെ ഓഫീസുകളിലേക്ക്, കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകളിലേക്ക് ഇന്നവർ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് കൂടിയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകൾ അസോസിയേഷന്റെ ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. UGS ഗോൾഡ് ലോൺ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ഫാമിലി മീറ്റ് കഞ്ചിക്കോട് നടന്നു. ഡിസ്ട്രിക്ട് 9 ഹോട്ടലിലായിരുന്നു ഫാമിലി മീറ്റ്. ചലച്ചിത്ര താരം ധ്യാൻ ശ്രീനിവാസൻ മുഖ്യ അതിഥി ആയി. UGS ഗോൾഡ് ലോണിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള 400ഓളം ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേരലിന്റെ ഭാഗമായി.
നമുക്കിനി സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. 6ാം ജന്മദിനം ആഘോഷിക്കുന്ന അൻവികയ്ക്ക് ആശംസ നേരുകയാണ് അച്ഛൻ വിവേകും അമ്മ ആൻസിയും. ആറ്റിങ്ങൽ മുടക്കൽ കൽമൂട് സ്വദേശിനിയാണ് ഈ സുന്ദരിക്കുട്ടി. നെയ്യാറ്റിൻകര പഴയകട സ്വദേശികളായ അബിനും സ്നേഹയും ഇവരുടെ വിവാഹ വാർഷികമാണെന്ന് വിവാഹ ആശംസകൾ അറിയിക്കുന്നത് അമിൻ ജോയ്. അപ്പോൾ രാവിലെ പൂർത്തിയാകാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.